ഹായ് ഡിയേഴ്സ്, നമുക്കൊന്ന് സ്പെഷ്യൽ ഉപ്മാവ് നോക്കിയാൽ. ബെൻസി റവ ഉപ്മാവാണിത്. അതിനായിട്ട് നമ്മൾ ഇരുമ്പ് ചീഞ്ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിടാം. നമുക്ക് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ക്യാരറ്റാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർക്കുന്നത്. നമുക്ക് അതിലേക്ക് വേറെ മറ്റ് പച്ചക്കറികളൊക്കെ ബീൻസോ ഒക്കെ ചേർക്കാം. ക്യാരറ്റാണ് മെയിനായിട്ട് ചേർക്കേണ്ടത്. പിന്നെ സബോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. നമുക്ക് ആദ്യം തന്നെ കടുക് പൊട്ടിയതിന് ശേഷം സബോളയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് നല്ലോണം വഴറ്റാം. ക്യാരറ്റ് ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും വഴന്ന് വരില്ല. അതുകൊണ്ട് ആദ്യം തന്നെ നല്ല രീതിയിൽ സബോള ഒന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായി വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ക്യാരറ്റാണ് ഇതിലേക്ക് എടുത്തേക്കണേ. നല്ല രീതിയിൽ ക്യാരറ്റ് ചേർത്ത് കൊടുക്കരുത്, വളരെ ഹെൽത്തിയാണ്. ഇത് സാധാ ഉപ്മാവ് പോലെയല്ല. ഇത് കുറച്ചുകൂടി ബെൻസി റവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഹെൽത്തിയാണ്. അത് ഗോതമ്പിൻ്റെ നുറുക്ക് റവയുടെ കുറച്ചുകൂടി ഉപ്മാ രൂപത്തിലുള്ള റവയാണ്. അപ്പോൾ അത് കാരണം ഏറ്റവും ഹെൽത്തിയാണ്. അപ്പോൾ അതിലേക്ക് ക്യാരറ്റ് വഴന്നതിന് ശേഷം നമ്മൾ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇരട്ടി വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ, എന്നാലാണ് നല്ലോണം വേവുള്ളൂ. മറ്റേ ഉപ്മാവ് പോലെ തന്നെ ഇട്ട ഉടനെ വേവണ ഉപ്മാവല്ല. അതുകൊണ്ട് നല്ല രീതിയിൽ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒപ്പം ഉപ്പും നെയ്യും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളത്തിലേക്ക്. ഇതാണ് ബെൻസി റവ, സ്വാദ് കമ്പനിയുടെ ബെൻസി റവയാണിത്. നമ്മുടെ വെള്ളം തിളച്ച് വരണം. അതിന് വേണ്ടിയിട്ട് നമ്മളത് അടച്ച് വയ്ക്കാം. നല്ലോണം തിളച്ച് ക്യാരറ്റ് ഒന്ന് വെന്ത് വരണം. അതുവരെ വെള്ളം നല്ലോണം തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം 3 കപ്പാണ് വെള്ളം ഒഴിച്ചത്. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ബെൻസി റവ അതിലേക്ക് ചേർക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം നന്നായി വെന്തിട്ടുണ്ടാവും. ഒന്നുകൂടി ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ പപ്പടവും അതുപോലെ തന്നെ പഴമാണ് കോമ്പിനേഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല ചൂടോടുകൂടി തന്നെ കഴിച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഉപ്മാവാണ്. നമുക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും ഇതിൽ ചേർക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.